വേഗത കൂടിയ ഒരു കാലമാണിത്. നമുക്കെല്ലാവർക്കും 24 മണിക്കൂർ തികയാത്തവരായി, എല്ലാവർക്കും തിരക്കുള്ളവരായി, ആർക്കും ഒരു ഒഴിവില്ലാത്തവരുമായി മാറുന്ന ഒരു കാലമാണ്. ഇങ്ങനെ തിരക്ക് കൂടിയാൽ എന്താണ് സംഭവിക്കുക എന്നത് സ്വാഭാവികമായൊരു ചോദ്യമാണ്. തിരക്ക് കൂടുമ്പോൾ, വേഗത കൂടുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഓർമ്മകൾ കുറയും എന്നതാണ് പ്രധാനം. ഓർമ്മകൾ കുറയുമ്പോൾ നമ്മൾ വലിയൊരു പ്രതിസന്ധിയിലാകും. കഴിഞ്ഞ കാലം നമുക്ക് നഷ്ടമാകും, പാരമ്പര്യങ്ങൾ നഷ്ടമാകും, വന്ന വഴി നമ്മൾ മറക്കും. ഇന്ന് വന്ന വഴി മറക്കുന്നതാണ് ഈ കാലത്തിൻ്റെ ഏറ്റവും വലിയ ദൗർബല്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് മനുഷ്യനെപ്പോഴും ഒരു ഫാൻറ്റസിയുടെ ലോകത്താണ്. നോക്കൂ, നിങ്ങൾ എത്ര വ്യത്യസ്തമായിട്ടാണ് ലോകം കീഴ്മേൽ മറിയുന്നത്. വളരെ കുറഞ്ഞ കാലത്തിനിടയിലാണ് നമ്മളുടെയൊക്കെ ജീവിതത്തിലുണ്ടായ, അല്ലെങ്കിൽ പണ്ടത്തെ, ഇപ്പോൾ നിങ്ങൾ കുറച്ചുകൂടി പ്രായം കൂടിയ ആളുകൾ ഓർത്ത് നോക്കൂ. നമ്മളൊരു 5 കൊല്ലം മുമ്പ് ജീവിച്ച വേഗമാണോ ഇപ്പോഴുള്ളത്? അല്ല. ദിവസം എത്ര വേഗമാണ് തീർന്നു പോകുന്നത് എന്ന് ചിന്തിക്കാത്ത ആരാ ഉള്ളത്? ആഴ്ചകൾ എത്ര വേഗമാണ് തീർന്നു പോകുന്നത് എന്ന് ചിന്തിക്കാത്ത ആരാ ഉള്ളത്? ഞാൻ തന്നെ ഇപ്പോൾ കഴിഞ്ഞ ഇലക്ഷൻ കഴിഞ്ഞപ്പം ആലോചിക്കായിരുന്നു, 5 കൊല്ലം കഴിഞ്ഞോ? കഴിഞ്ഞ ഒരു 2021 ഞാൻ ഇവിടെ വന്നതും തെരഞ്ഞെടുപ്പ് നേരിട്ടതും ഒക്കെ എത്ര കൺചിമ്മി തുറക്കുന്ന നേരം കൊണ്ട് കഴിഞ്ഞു പോയിരിക്കുന്നു. ആയുസ്സിൽ നിന്ന് ഇലകളിങ്ങനെ വേഗത്തിൽ വേഗത്തിൽ കൊടിഞ്ഞു പോകുന്ന ഒരു കാലത്ത് നാം ഈ ഭൂമിയിൽ ജീവിച്ചതിന് അടയാളങ്ങൾ ഉണ്ടാക്കാൻ നമുക്ക് കഴിഞ്ഞോ എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. മനുഷ്യരെന്ന നിലയിൽ ഏറ്റവും പ്രധാനമായ കാര്യം ശാന്തമായിരിക്കാൻ കഴിയുക എന്നതാണ്. നമ്മളെല്ലാവരും അകത്ത് ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. ഡയാന രാജകുമാരി ലോകമാകെ സെലിബ്രേറ്റ് ചെയ്യപ്പെട്ട ഒരു വനിതയായിരുന്നു. ഒരുപക്ഷെ അവരുടെ സൗന്ദര്യവും അവരുടെ ആറ്റിറ്റ്യൂഡും അവരുടെ മാസ്മരികമായ ആകർഷണീയതയും ഒരുപാട് മനുഷ്യരെ അവരിലേക്ക് ആകർഷിച്ചു. അവരൊരു കാർ അപകടത്തിൽ കൊല്ലപ്പെട്ടു. അവർ മരണപ്പെട്ടപ്പോൾ ഇംഗ്ലണ്ടിലെ പൂക്കടകളിൽ നിന്നെല്ലാം പൂക്കൾ വാങ്ങിയിട്ടും അവർക്ക് സമർപ്പിക്കാനുള്ള പൂക്കൾ മതിയാകാതെ വന്നു. അന്ന് ഇസ്രായേലിൽ നിന്ന് ടൺ കണക്കിന് പൂക്കൾ കൊണ്ടുവന്നാണ് അവരുടെ കുടിമാടത്തിന് മുമ്പിൽ ജനങ്ങൾ സ്നേഹത്തോടെ സമർപ്പിച്ചത്. നിങ്ങൾ മനസ്സിലാക്കുക, ലക്ഷക്കണക്കിന് പൂക്കളാണ് ഡയാന രാജകുമാരിയുടെ കബറിടത്തിൽ വെക്കാൻ വേണ്ടി ആളുകൾ തിങ്ങിക്കൂടിയത്. പക്ഷേ ആ വ്യക്തി മരണത്തിന് മുമ്പ് പറഞ്ഞൊരു കാര്യം, ഞാൻ ഒറ്റപ്പെട്ടു പോകുന്നു എന്നാണ്. ഇന്ന് മനുഷ്യർ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ആൾക്കൂട്ടത്തിനിടയിൽ ഒറ്റപ്പെട്ടു പോവുക എന്നതാണ്. ഈ ലോകത്ത് മനുഷ്യൻ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയും ഒറ്റപ്പെട്ടു പോവുക എന്നതാണ്. ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ ശക്തിയും ഒറ്റപ്പെടാതിരിക്കുക എന്നുള്ളതാണ്. ഞാനൊരു വിശ്വാസത്തിൽ നിന്ന് വീണ്ടെടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഊർജം എന്ന് പറയുന്നത്, എനിക്കൊരു സൃഷ്ടാവുണ്ട്, എൻ്റെ കൂടെ ഒരാളുണ്ട്, എനിക്കൊരു സംരക്ഷകനുണ്ട്, ഞാൻ ഒറ്റക്കല്ല എന്നുള്ളതാണ്. വിശ്വാസത്തിൽ നിന്ന് നാം നേടുന്ന ഏറ്റവും വലിയ കഠിനമായിട്ടുള്ള നമ്മളുടെ കോൺഫിഡൻസ് ലെവലാണ്. ഏത് പ്രതിസന്ധിയിലൂടെ കടക്കുമ്പോഴും നമ്മൾ ഒറ്റപ്പെട്ടു പോവുകയില്ല, നമ്മൾ ഒറ്റക്കല്ല. തൗബ സൂറത്തിൽ പറയുന്ന പോലെ, നിങ്ങൾ ദുഃഖിക്കേണ്ട, വിഷമിക്കേണ്ട, സങ്കടപ്പെടേണ്ട, നിങ്ങൾ ഒറ്റക്കല്ല എന്നാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളും ഞാനും ജീവിക്കുന്ന ഈ ലോകത്ത് നമുക്ക് വേണ്ടത് മനസ്സമാധാനമാണ്. പണം കൊണ്ട് ലോകത്ത് വാങ്ങാൻ കഴിയാത്ത പലതുമുണ്ട് എന്ന് നമ്മുടെ കുട്ടികളെ നിങ്ങൾ പഠിപ്പിക്കണം. നമ്മൾ ആകെ കൊടുക്കേണ്ട ഒരു വിവരം അതാണ്. ഇന്നെല്ലാം നമുക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയുമെന്ന്, എല്ലാവരെയും നമുക്ക് വിലക്കെടുക്കാൻ കഴിയുമെന്ന്, ഏത് ഉപകരണങ്ങളും നമുക്ക് വാങ്ങാൻ കഴിയുമെന്ന്, വീട്ടിലേക്ക് എന്തും നമുക്ക് കൊണ്ടുവരാൻ കഴിയുമെന്ന് അഹങ്കരിക്കുന്ന ഒരു കാലത്താണ് നാം ഉള്ളത്. നാം നമ്മളുടെ കുട്ടികളെ പഠിപ്പിക്കേണ്ട ഒരേ ഒരു ബോധ്യം, ഈ ഭൂമിയിൽ പണം കൊടുത്ത് വാങ്ങാൻ കഴിയാത്ത പലതുമുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് പലതും വാങ്ങിയെടുക്കാൻ കഴിയാത്ത, പണം കൊണ്ട് നേടാൻ കഴിയാത്ത പ്രധാനപ്പെട്ട ഒരു കാര്യം മനസ്സമാധാനമാണ്. സാധാരണ പറയാറുണ്ട്, നിങ്ങൾക്ക് കിടക്ക പണം കൊടുത്ത് വാങ്ങാം, പക്ഷേ ഉറക്കം നിങ്ങൾക്ക് വാങ്ങാൻ കഴിയില്ല. കഴിയോ? നമുക്ക് കിടക്ക, ഏതെല്ലാം പുതിയ പുതിയ കിടക്കകളുടെ മാർക്കറ്റാണ് വരുന്നത് അല്ലേ?
പക്ഷേ എത്ര വില കൂടിയ കിടക്കയുണ്ടെങ്കിലും ഉറങ്ങാൻ നമുക്ക് പണം കൊണ്ട് സാധിക്കില്ല. നമുക്ക് ജീവിതത്തിൽ അങ്ങനെ പലതുമുണ്ട്. നമ്മൾ പണം കൊടുത്താൽ മാത്രം തീരാത്ത കുറേ കാര്യങ്ങളുണ്ട്. ഞാൻ അവസാനിപ്പിക്കുമ്പോൾ ഒരൊറ്റ കാര്യം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയാം. ജീവിതത്തിൻ്റെ ഏറ്റവും മൂല്യവത്തായ കാര്യം സ്നേഹബന്ധമാണ്. സ്നേഹബന്ധമാണ്, വീടാണ്. അല്ലാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, വീടുകൾ നിങ്ങൾ ഖബറുകളാക്കരുത്. എന്ത് അർത്ഥവത്തായ വാക്കാണ്! വീടുകൾ നിങ്ങൾ ഖബറുകളാക്കരുത്. വീടുകൾ ഒരിക്കലും മിടുങ്ങിപ്പോകരുത്. കുഞ്ഞു വീടുകൾക്കിടയിലും വലിയ സ്നേഹമുണ്ടെങ്കിൽ ആ വീട് വിശാലമാകും. നമ്മൾ തന്നെ പറയുമല്ലോ, നോക്കത്താ ദൂരത്തോളമുള്ള ഖബറിനെ കുറിച്ച് അല്ലേ? ഖബറിൽ നമ്മളെ പ്രാർത്ഥന അതല്ലേ, വിശാലമാകുക. നോക്കൂ, നിങ്ങൾ ജീവിതത്തെ ഖബറാക്കി മാറ്റരുത്. നിങ്ങളുടെ വീടുകളെ ഖബറാക്കി മാറ്റരുത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, വീടാണ് സർവസ്വവും. റിയാലിറ്റി വീടാണ്, ബാക്കിയെല്ലാം ഫാന്റസിയാണ്. ഇന്ന് ആ വീട് പൊളിക്കുകയാണ്, വീട് തകർക്കുകയാണ്, വീടെന്ന എസ്റ്റാബ്ലിഷ്മെന്റിനെ തകർക്കുകയാണ്. കുടുംബം തകരാൻ ആദ്യം തകരേണ്ടത് വീടാണെന്ന് ഈ കാലത്തെ ലിബറലുകൾ മനസ്സിലാക്കിയിരിക്കുന്നു. അതുകൊണ്ട് വീടിനെ തകർക്കുക, വീട് അസ്വസ്ഥതയുടേത് ആക്കി മാറ്റുക, വീട്ടിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാക്കുക. അപ്പോൾ എന്തിനാണ് നമ്മളുടെ പെൺകുട്ടികൾ ഇപ്പോൾ പറയുന്നത്? എന്താണ്? ഞാൻ പഠനം കഴിഞ്ഞിട്ടേ കല്യാണമുള്ളൂ എന്നാണ് വാപ്പനോട് ആദ്യം പറയുന്നത്. വാപ്പ സമാധാനിക്കും, പഠനം കഴിഞ്ഞ കല്യാണം കഴിക്കാമല്ലോ. പിന്നെ പറയും ജോലി കിട്ടിയിട്ടേ ഞാൻ കല്യാണം കഴിക്കുന്നവർ. പിന്നെ പറയുന്നത് ജോലി കിട്ടിയാൽ ഞാൻ കല്യാണമേ കഴിക്കുന്നില്ല എന്ന്. എന്തേ കാര്യം? എവിടെയാണ് നമ്മളുടെ പെൺകുട്ടികൾക്ക് വിവാഹം എന്ന എസ്റ്റാബ്ലിഷ്മെന്റിനെ അവിശ്വാസമുണ്ടാക്കിയത്? എവിടെയാണ് തകരാറ്? എന്താണ് നമ്മളുടെ കുട്ടികൾ വീട്ടിൽ കാണുന്നത്? നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ ലീഡർ ആവണം. ആയിരക്കണക്കിന് മനുഷ്യരുടെ മുമ്പിൽ നമ്മളൊരു ലീഡർ ആവുന്നതിനേക്കാളും പ്രധാനം അവനവന്റെ വീട്ടിൽ നിങ്ങൾക്ക് ലീഡർഷിപ്പ് ഉണ്ടോ എന്നുള്ളത് മാത്രമാണ്. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, വീട്ടിൽ ലീഡറാവാത്ത ഒരാളും നാട്ടിൽ ലീഡറായിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല. അവനവന്റെ വീട് അത്രമേൽ ഭദ്രമാകണം. നമ്മളുടെ കുട്ടികളോട് നമുക്ക് സംസാരിക്കാൻ സമയമുണ്ടാകണം. ഇപ്പൊ കുട്ടികളോട് നമ്മൾ സംസാരിക്കാതെ അവർ വേറെ ആരോടോ സംസാരിക്കുന്നതിനെ കുറിച്ച് നിങ്ങൾ വ്യാകുലപ്പെട്ടിട്ട് ഒരു കാര്യവുമില്ല. യു ഷുഡ് ഗീവ് ദം ടൈം. ഏറ്റവും പ്രഷ്യസ് ആയ സമയം മക്കൾക്ക് കൊടുക്കണം. അവരോട് സംസാരിക്കണം. രാത്രി എത്ര വൈകിയാലും അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അവരോട് സംസാരിക്കാൻ സമയം കണ്ടെത്തേണ്ടത് നമ്മുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് ഇന്ന് നമ്മളെല്ലാവരും ഒരു ഫാന്റസി ലൈഫിലേക്ക് എടുത്തെറിയപ്പെടുന്ന കാലത്ത് റിയാലിറ്റിയിലേക്ക്, യാഥാർത്ഥ്യത്തിലേക്ക്, സത്യത്തിലേക്ക് നിങ്ങൾ നോക്കൂ. ഇന്ന് ഏറ്റവും ഫ്ലറിഷ്ഡ് ആയിട്ടുള്ള ഒരു ലോകത്തിന്റെ വർണ്ണ കൂടാരത്തിന്റെ അകത്താണ് നാം നിൽക്കുന്നത്. ആ വർണ്ണ കാഴ്ചകളുടെ മായിക വലയത്തിലാണ് നാം ഉള്ളത്. പക്ഷേ നിങ്ങൾ ഭൂമിയിലേക്ക് ഇറങ്ങണം, മണ്ണിലേക്ക് ചവിട്ടി നിൽക്കണം. അവിടെ നമ്മളുടെ വീട്, നമ്മളുടെ കുടുംബം, നമ്മുടെ മക്കൾ, നമ്മളുടെ ഭാര്യ, നമ്മളുടെ ഉമ്മ, നമ്മളുടെ വാപ്പ, നമ്മുടെ സഹോദരങ്ങൾ അവരുണ്ട്. ആ റിയാലിറ്റിയിൽ നിന്ന് പട്ടത്തിന്റെ നൂൽ പൊട്ടിയ പോലെ പറന്നു പോകുന്ന ഒരു സമൂഹമാണിത്. മതത്തിന് മാത്രമേ തിരിച്ചു കൊണ്ടുവരാൻ കഴിയൂ, വിശ്വാസത്തിന് മാത്രമേ തിരിച്ചു കൊണ്ടുവരാൻ കഴിയും. ഈ കാലത്ത് ഞാൻ ഉറച്ചു പറയുന്നു, നിങ്ങൾക്ക് വീട്ടിലേക്ക് സമാധാനം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു തത്വശാസ്ത്രമാണ് ഇസ്ലാം എന്ന ബോധ്യത്തിലേക്ക് നാം വരണം. അവിടെയാണ് നമ്മുടെ വിജയമുണ്ടാവുക. ഇവിടെ ഒരു കുടുംബ സംഗമം നടക്കുകയാണ്. നമ്മൾ ഓരോരുത്തരും ഇൻട്രോസ്പെക്റ്റീവായി അവനവനോട്, അവനവൻ്റെ ഹൃദയത്തോട് ചോദിക്കണം, ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് എത്ര നീതി പുലർത്തുന്നു എന്ന്. ആ നീതിയിലാണ് ഒരു കുടുംബം വിജയിക്കുന്നത്. ഒരു പക്ഷേ നമുക്ക് ഭക്ഷണം കഴിക്കാൻ ഇല്ലാത്ത ദാരിദ്ര്യമുണ്ടാകാം, പക്ഷെ ആ ദാരിദ്ര്യത്തിലും കെട്ടിപ്പിടിച്ചു നിൽക്കാൻ കൂടെ മനുഷ്യരുണ്ടാകണം. അങ്ങനെ ഉണ്ടാക്കലാണ് ഏറ്റവും വലിയ വിശ്വാസം എന്ന് പറയുന്നത്. വിശ്വാസത്തിന്റെ തന്നെ ഒരു ചേരുവ നിങ്ങൾ നോക്കൂ, വിശ്വാസത്തിന്റെ തന്നെ ഒരു പ്രത്യേകത നിങ്ങൾ നോക്കൂ. വിശ്വാസത്തിന്റെ ഏറ്റവും വലിയ ചേരുവ അള്ളാഹുവിൽ നിങ്ങൾ വിശ്വസിക്കുക എന്ന് പറയുന്നതിന്റെ തന്നെ രൂഢമൂലമായ ഒരു കാര്യം എന്താണ്? അതൊരു ആത്മബന്ധമാണ്. വിശ്വാസം ഒരു ആത്മബന്ധമാണ്. അതുകൊണ്ടാണ് ഒരു സൊസൈറ്റി എന്ന നിലയിൽ നമ്മൾ ജീവിക്കുന്നത്. സമൂഹത്തിന്റെ ആണിക്കല്ല് കുടുംബമാണ്. കുടുംബം തകർന്നാൽ സൊസൈറ്റി തകരും, സൊസൈറ്റി തകർന്നാൽ രാജ്യം തകരും. രാജ്യം നിലനിൽക്കണമെങ്കിൽ സൊസൈറ്റി ഉണ്ടാവണം, സൊസൈറ്റി ഉണ്ടാവണമെങ്കിൽ കുടുംബം ഉണ്ടാവണം. ആ കുടുംബത്തിലേക്കുള്ള തിരിച്ചുപോക്കാണ് എല്ലാ ഇന്നത്തെ കാലുഷ്യങ്ങൾക്കുമുള്ള പരിഹാരം എന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ മഹല്ല് സംഗമം അതിലേക്ക് വെളിച്ചം വീശുന്ന ഒരു കൂട്ടായ്മയാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ ചടങ്ങിന്റെ ഉദ്ഘാടന കർമ്മം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം
എന്ന് അള്ളാഹുവിൻ്റെ നാമത്തിൽ നിർവഹിക്കുന്നു. അസ്സലാമു അലൈക്കും.